ഇന്ന് പുലർച്ചെ വൈപ്പിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ മത്സ്യത്തൊഴിലാളികൾ 2 പേരാണ് ഈ അപകടത്തിൽപ്പെട്ട് മരിച്ചത്. പുലർച്ചെ ആയിരുന്നു ഇവർ മത്സ്യബന്ധനത്തിന് പോയത്. പിന്നീട് LNG ടെർമിനലിന് സമീപം വെച്ച് ഇവരുടെ വള്ളം മറിയുകയായിരുന്നു. ചെറുവള്ളങ്ങളിലാണ് ഇവർ പോയിരുന്നത്. അതിലൊരു വള്ളം ആണ് മറിഞ്ഞത്. ആ അപകട സമയത്ത് ആ വള്ളത്തിലുണ്ടായിരുന്നവർ ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. ഇവരുടെ ഈ മൃതദേഹം ഇപ്പോൾ എറണാകുളം ജനറൽ ആശുപത്രിയിലാണ്. ഇവിടെ ഈ വള്ളത്തിലൊപ്പം ഉണ്ടായിരുന്നവർ നമ്മോടൊപ്പം ചേരുകയാണ്. നിങ്ങൾ ആ വള്ളത്തിലുണ്ടായിരുന്നവരാണ്? അത് ആ വള്ളത്തിലല്ല, അതിന് അടുത്ത് തന്നെ വേറെ ഞങ്ങൾക്ക് കൂട്ടുവഞ്ചിയാണ്. ഞങ്ങൾ ഒന്നിച്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങളുണ്ടായിരുന്നു. വള്ളം കടലിൽ വന്ന് അടിച്ചിട്ട് വള്ളം അങ്ങനെ മറിയാണ് ചെയ്തത്. മറിഞ്ഞു കഴിഞ്ഞ് ആൾക്കാരൊക്കെ പോകുന്നു. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. അവർ ഞങ്ങൾ കണ്ടു. അപ്പോൾ അവർക്ക് വേറെ സേഫാണെന്ന് കണ്ടു. അതിന്റെ പുറകെ തിര വന്ന് കടൽ വന്നപ്പോഴേക്കും ഞങ്ങൾക്ക് മറച്ച് ആള് മാറി നമ്മളും ഒക്കെ മാറിപ്പോണ്ട കണ്ടീഷനിലിട്ടു. കാരണം കാറ്റുമല്ലോ. തിര തന്നെയാണ്, കടലുണ്ടായി. കടലിൻ്റെ ക്ഷോഭത്തിലടിച്ചാണ്. വള്ളം മാത്രമാണ് മറിഞ്ഞത്. അതെ, ആ വെള്ളം മാത്രം മറിഞ്ഞു. എത്ര പേരുണ്ടായിരുന്നു? ഈ 2 പേരും? 5 പേരുണ്ടായിരുന്നു. അതിൽ 2 പേരാണ് ഇപ്പോൾ മരണപ്പെട്ടേക്കുന്നത്. മറ്റു 3 പേരും നീന്തി രക്ഷപ്പെട്ടു. മറ്റേ 3 പേരും നീന്തി രക്ഷപ്പെട്ടു. പരുക്കുമല്ലോ? ഒരാൾക്ക് ഒഴിക്കുന്നുണ്ട്. വഞ്ചടിച്ചിട്ട് അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ആളുടെ പേരെന്താ? പരിക്കുള്ള ആളുടെ പേര് രാജു. മറ്റു 2 പേരും ദേവസി സാബു അല്ലേ? മറ്റേ മരിച്ച ആൾക്കാരുണ്ട്, ദേവസീൻ സാബു. എന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ എന്തോ ആംബുലൻസ് കിട്ടിയില്ലെന്ന് തോന്നുന്നു അല്ലേ? ഇല്ലില്ല, ഞങ്ങൾ വന്നപ്പോഴേക്കും ഓൾറെഡി അവിടെ ആംബുലൻസ് ഉണ്ടായിരുന്നു. എല്ലാം റെഡി ആയിരുന്നു. ബോഡി ഞങ്ങളുടെ വഞ്ചിക്ക് തന്നെ, ഞങ്ങളുടെ സെറ്റിലുള്ള വഞ്ചി, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള വഞ്ചിക്ക് തന്നെ ബോഡി പെട്ടെന്ന് കണ്ടു. ബോഡി കുറച്ചു നേരം കഴിഞ്ഞപ്പോ നമ്മൾ ചെന്ന് അവിടെ ചെന്ന് പറഞ്ഞിട്ടും പോലീസ് ബോട്ട് കറക്റ്റ് ആയിട്ട് എത്തിയില്ല ആ സമയത്തൊന്നും. അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. രാവിലെ ഒരു 9 മണിക്ക് തന്നെ അവിടെ ഫിഷറീസ് ഓഫീസിൽ ചെന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എങ്ങനെയും. അപ്പോൾ അവർ പറഞ്ഞു ബോട്ടില്ല, ബോട്ട് വരണേ വിടാന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെ ബോട്ട് അവിടെ ചെന്നില്ല. നമ്മളെ വഞ്ചിക്കാർ തന്നെയാണ് ഈ ബോഡിനെ എടുത്തു. ബോട്ട് ഉണ്ടായിരുന്നില്ല. നമ്മളെ വഞ്ചി തന്നെയാണ് ഈ ബോഡി കൊണ്ടുവന്നത്. ചെറുവഞ്ചി തന്നെ, ആ ചെറുവഞ്ചി തന്നെയാണ് ബോഡി കൊണ്ടുവന്നത്. ഞാനാണ് എടുത്തത്. ഞങ്ങൾ എടുത്തുകൊണ്ട് പോരുമ്പോഴേക്കും പോലീസ് ബോട്ട് വന്നുകൊണ്ടിരിക്കും. രാവിലെ അവിടെ ചെന്ന് അറിയിച്ചത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, ഇങ്ങനെ എത്രയും വേഗം ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഫോൺ നമ്പറും എൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കുറേ എഴുതിയെടുത്ത്. പക്ഷേ ഇതുവരെ അവിടെ എത്തിയില്ല. ഇത് എടുക്കാൻ ഏതാണ്ട് 3 മണിക്കൂറോളം താമസം. അതെ കാണാണ്ട് കിടക്കണായിരുന്നു. നിങ്ങൾ തന്നെ കണ്ടിട്ട് ഞാൻ അങ്ങനെ കിട്ടാറില്ല അങ്ങനെ സാധാരണ. അതിന്റെ ഒന്നും അങ്ങോട്ട് മാറിയിട്ടില്ല. കാരണം ഇങ്ങനെ ഈ ഭാഗത്ത് അപകടം ഉണ്ടാവേണ്ട സ്ഥലമാണ്. അങ്ങനെ അപകടമില്ല, അങ്ങനെ ഉണ്ടാവുമല്ലോ. പിന്നെ സാധാരണ പണിക്കാരല്ലേ, എടുക്കണല്ലേ. എത്ര മണിക്കാണ് നിങ്ങൾ പോയ പുലർച്ചെ? പുലർച്ചെ ഞങ്ങൾ ഒരു 6 മണിക്കാണ് നടന്ന് പോയത്. ഇത് അപകടം സംഭവം നടക്കുമ്പോൾ 9 മണിയായി. അതെ, ഇൻക്വസ്റ്റ് ഒക്കെ വേണ്ടി വരും. അങ്ങനെയാണ് കാര്യങ്ങൾ. പുലർച്ചെ തന്നെ ഇവർ എവിടേക്ക് പോയതാണ്. അവിടെ വെച്ച് രാവിലെ 9 മണിക്ക് മുമ്പായാണ് ഈ അപകടം നടന്ന് വള്ളം മറിഞ്ഞ് 2 പേർ കടലിൽ പോയത്. പിന്നീട് മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ് ഇവരുടെ മൃതദേഹങ്ങൾ കടലിൽ നിന്ന് കണ്ടെടുത്തത് എന്നാണ് പറയുന്നത്. ആ സമയത്ത് അല്പം മുമ്പ് നമ്മൾ പ്രതികരണം കേട്ടു. ഫിഷറീസിൻ്റെ സഹായം തേടിയെങ്കിലും ആ സമയത്ത് ഫിഷറീസിൽ നിന്ന് ബോട്ട് ലഭ്യമായില്ല. പിന്നീട് മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ് ഈ മൃതദേഹങ്ങൾ കണ്ടെത്തി അവരുടെ വഞ്ചിയിൽ കയറ്റി ഈ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ്. ഏതായാലും 2 പേർ മരിച്ചു, സാബു, ദേവസി. മൂന്നാമത് ഇവർക്കൊപ്പമുണ്ടായിരുന്ന ഒരാൾക്ക് പരിക്കേറ്റപ്പോൾ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ അഖിൻ ഷാജിക്കൊപ്പം KM ഉമേഷ്, കൈരളി ന്യൂസ്.